കണ്ടോ, കിളിമാനൂർ ഭൂമിമിത്ര ഫാർമേഴ്സ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ. അപ്പോൾ പച്ചരിക്കുള്ള എന്തോ ഒരു വകുപ്പാണ്. എന്തെങ്കിലും അകത്ത് കഴിക്കാൻ കിട്ടുമോ എന്ന് പരിശോധിച്ചു വരാം. വാ. ഭൂമിമിത്ര ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷനുള്ള ബോർഡൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ അവിടുന്ന് പുറത്തുനിന്ന് സംസാരിക്കുകയായിരുന്നു, എന്തോ ഇവിടെ പച്ചരിക്കുള്ള വകുപ്പാണോന്ന്. കിട്ടുമോ കഴിക്കാൻ എന്തെങ്കിലും? അതെ, ഒരു കിലോ വീതം ആദ്യം ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോയി. അത് മേടിച്ചുകൊണ്ട് പോയപ്പോൾ ഇത് കഞ്ഞി വയ്ക്കാൻ നല്ല ബെസ്റ്റാണ്, ഇത് ചോറ് വയ്ക്കാനും നല്ലതാണ്, അതിൻ്റെ കഞ്ഞിവെള്ളം കുടിക്കാനും വളരെ ബെസ്റ്റാണ്. പണ്ടത്തെ കാലത്ത് നമ്മൾ നെയ്ലിൽ എൻ്റെ അമ്മയൊക്കെ കുത്തി കൊയ്ത് കൊണ്ടുവന്ന് അരി കുത്തി കഞ്ഞി വെച്ച് അതേ ടേസ്റ്റും അതേ രീതിയുമാണ്. അതുകൊണ്ട് ഇപ്പോൾ 10 കിലോ മേടിക്കാനാണ് ഞാൻ വന്നത്. ഇതുപോലത്തെ ഒരു സംരംഭം നമ്മളെ നാട്ടിൽ വന്നതിൽ വളരെയധികം നമ്മളും അഭിമാനിക്കുന്നു, വളരെ സന്തോഷമാണ്. ഷുഗർകാർക്കും എല്ലാവർക്കും കഴിക്കാം, ഏത് തരക്കാർക്കും കഴിക്കാവുന്ന തരക്കാർക്കും കഴിക്കാവുന്നതാണ്. തെരഞ്ഞെടുപ്പ് കാലമാണ്. രാഷ്ട്രീയത്തിലെ നെല്ലും പതിരും ഒക്കെ തിരിച്ചറിയേണ്ട ഒരു സാഹചര്യവും കാലഘട്ടത്തിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ നെല്ലിലെ പതിരൊക്കെ എങ്ങനെയാണ് ഇവർ വേർതിരിച്ചെടുക്കുന്നത്, KMR റൈസ് എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്തെടുക്കുന്നത് കൂടെ ഇവിടെ കണ്ടിട്ട് വരാം. ഈ സംരംഭത്തിന്റെ ഒരു മുഖ്യ നായികയാണ് വിജി. ഇതാ ഇവിടെ. ഇതെന്താ പരിപാടി? ഞാൻ പറയായിരുന്നേ, തെരഞ്ഞെടുപ്പ് കാലമാണ്, രാഷ്ട്രീയ കാലമാണ്. അപ്പൊ രാഷ്ട്രീയത്തിലെ നെല്ലും പതിരും ഒക്കെ തിരിച്ചറിയേണ്ട ഒരു സമയമാണ്. ഇതാ, രാഷ്ട്രീയത്തിലെ നെല്ലും പതിരും ഇവിടുന്ന് തിരിച്ചറിയാൻ പറ്റുമോ? ഇവിടെ തിരിച്ചറിയാൻ പറ്റും. അപ്പൊ ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെയും വ്യവസായ വകുപ്പും കൂടെ ചേർന്നുകൊണ്ട് നമ്മള് കിളിമാനൂർ കിളിമാനൂർ ബ്ലോക്കിലെ കർഷകരുടെ നെല്ല് ഇവിടെ തന്നെ പുഴുങ്ങി കുത്തി അരിയാക്കി വിൽക്കുകയാണ്. KMR റൈസ്, അതാണ് KMR റൈസ്. അപ്പൊ ഈ പ്രോസസ് നമുക്ക് ഓരോ പ്രോസസ്സും പറഞ്ഞു പോയാൽ തുടക്കം എങ്ങനെയാ? ഒരു കൊയ്ത് വന്നിട്ട് നമ്മൾ കർഷകരിൽ നിന്ന് വില ഇട്ടെടുക്കുന്നു. എടുത്ത് അതിന്റെ നമ്മള് വെളിയിലിട്ട് തന്നെ പുഴുങ്ങുകയാണ് ചെയ്യുന്നത്. വെളിയിലിട്ട് പുഴുങ്ങിയിട്ട് ഇവിടെ തന്നെ പുഴുങ്ങിയിട്ട് പോളി ഹൗസിലിട്ട് ഉണക്കുന്നു. പോളി ഹൗസിലിട്ട് ഉണക്കിയതിന് ശേഷം നമ്മൾ നേരെ ഈ മെഷീനിലേക്കാണ് വരുന്നത്. ഈ മെഷീനിൽ വന്ന് നെല്ലും പതിരും തിരിയുന്നത് ഇവിടെയാണ്. ഇവിടെ നിന്ന് നമ്മള് ഇതിനെ തവിട് മാത്രമുള്ള അരിയാക്കി കൊണ്ടുവരുന്നു. തവിടുള്ള അരിക്കും ഡിമാൻഡുണ്ട്. അപ്പൊ ആ ഡിമാൻഡ് കഴിഞ്ഞാൽ ഉടനെ അത് കുറച്ച് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം തവിട് ഇല്ലാതെ കുറച്ച് തവിട് കളഞ്ഞതിന് ശേഷം നമ്മൾ അത് ഇതിലേക്കാക്കുന്നു. ഇതിൽ നിന്നും നമ്മൾ നേരെ ഈ മില്ലിൽ നിന്ന് നേരെ നമ്മൾ ഡീസ്റ്റോണറിലേക്കാണ് പോണത്. അപ്പൊ ഈ ഡീസ്റ്റോണർ വഴി അതിലെ കല്ല്, നെല്ല്, ചെറിയ അരി, വലിയ അരി ഇങ്ങനെ തിരിഞ്ഞാ പോകുന്നേ. അപ്പൊ ഇവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ കല്ലും നെല്ലും പതരും എല്ലാം തിരിഞ്ഞ പ്രോസസ്സ് പോകുന്നത്. അപ്പൊ അത്രയും നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് ഇത്രയും വലിയൊരു സംരംഭമാണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മാതൃകയാക്കേണ്ട ഒരു സംരംഭം കൂടിയാണ്. വിജി പറഞ്ഞതുപോലെ നെല്ലും പതിരും കല്ലും ഒക്കെ തരംതിരിക്കുന്ന സ്ഥലം കൂടെയാണ് ഇത്. ഇവിടെ ഈ വലിയ അരികളായി മാറി ഈ സ്റ്റേജിലേക്ക് വരുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ വലിയ അരിയും ചെറിയ അരിയും, അതായത് കുഞ്ഞുമക്കൾക്ക് കഞ്ഞിയൊക്കെ വെക്കാൻ എറിയുന്ന കുത്തലരി, അതിതാ ഇവിടെ ഈ മുറത്തിലേക്കാണ് വന്ന് ചേരുന്നത്. ഈ ഒരു സൈസിലുള്ള കുഞ്ഞരിയാണ് ഇവിടുന്ന് വേർതിരിക്കപ്പെടുന്നത്. ഇതിന്റെ മറ്റൊരു ഭാഗത്തേക്ക് പോകുന്ന അരി എന്ന് പറയുന്നത് അത് വലിയ അരിയാണ്. തവിട് കലർന്ന വലിയ അരി. അപ്പോൾ ഇതാണ് വിജി ചേച്ചി പറഞ്ഞത്, നെല്ലും പതിരും ഒക്കെ ഇവിടുന്നാണ് തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തെരഞ്ഞെടുപ്പ് കാലമാണ്. രാഷ്ട്രീയത്തിലെ നെല്ലിനെയും പതിരിനെയും തിരിച്ചറിഞ്ഞു വേണം ഓരോരുത്തരുടെയും വോട്ട് കുത്തലെന്ന് കൂടെ പറഞ്ഞു വെക്കുകയാണ്. ഇതാ ഇങ്ങനെ അടുപ്പുകല്ല് കൂട്ടി വലിയ ചെമ്പുകലത്തിൽ അരി പുഴുങ്ങാൻ, നെല്ല് പുഴുങ്ങാൻ വെക്കുന്നത് നമുക്കൊക്കെ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളാണ്. അതുപോലെ ഏറ്റവും സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ നെല്ല് പുഴുങ്ങി ഈ പോളിഫാബിലിട്ട് ഉണക്കിയതിന് ശേഷമാണ് KMR റൈസ് പ്രോസസ്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ അരി കണ്ട നിർവൃതിയിൽ, വയറു നിറഞ്ഞ സന്തോഷത്തിൽ നാട്ടുവണ്ടി ഒരു വോട്ട് യാത്ര ഇവിടെ നിന്നും യാത്ര തുടരുകയാണ്.